ഇന്നിപ്പോൾ നമ്മളുടെ ലാസ്റ്റത്തെ ഒരു ദിവസമാണ്. പക്ഷെ നമ്മൾ ഇന്നല്ല തിരിച്ചു പോകണം, നമ്മൾ നാളെയും തിരിച്ചു പോകണത്. അപ്പം ഞാൻ ഓൾറെഡി റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. മേനി കുളിക്കാൻ പോയിരിക്കുകയാണ്. ഞങ്ങൾ അലോട്ടിനും കൂടി റെഡിയാക്കി കഴിഞ്ഞ് ഞങ്ങളിന്ന് പോകും. ഇന്ന് പാരീസിലെത്തിയിട്ട് നമ്മളുടെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ പോകാൻ പോണത് ലവറെ മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ നാവിഗോ പാസ് റീചാർജ് ചെയ്തു, 1 ഡേ പാസ് ചെയ്തു. ഞങ്ങൾ ആദ്യം വെച്ചത് 17-50 യൂറോ ഒക്കെ ആവുന്നതാണ്. പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു 12 യൂറോ ആയിട്ടുള്ളത്. അതൊരു ലാഭമാണ്. ഇനി ഇപ്പോൾ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല, തണുപ്പ് ഉണ്ടെങ്കിലും അങ്ങനെ മഴയൊന്നും ഇല്ലാത്ത കാരണം ഫൈൻ. മഴയില്ലാണ്ട് ഇങ്ങനെ പോയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അൺലിമിറ്റഡ് ആയിട്ട് ട്രാവൽ ചെയ്യാം, എക്സ്ക്ലൂഡിങ് എയർപോർട്ട്സ്. എന്തെങ്കിലും പറയാനുണ്ടോ? Let's explore Paris. അല്ല എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, അവിടെ ഏതോ ഒരു ചേച്ചിനോട് ഇങ്ങനെ കൊഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ എന്താണ്, ലവറി മ്യൂസിയം. എന്താ ഇന്നിങ്ങനെ പറയാം, LOUVRE, ആ മ്യൂസിയം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലൊന്നും കയറുന്നില്ല, നമ്മൾ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല. ചുമ്മാ അതിൻ്റെ മുന്നിൽ നിന്ന് 2-3 ഫോട്ടോസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് പാരീസിൻ്റെ സ്ട്രീറ്റുകളിൽ കൂടെ ഇങ്ങനെ അലഞ്ഞിട്ട് നടക്കാം. അതാണ് ഇന്നത്തെ പ്ലാൻ. ട്രാമും ട്രെയിനും മാറി മാറി കയറി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയപ്പോൾ തന്നെ സെഫോറ കണ്ടത് ഒരു സന്തോഷത്തിലാണ്. ലാസ്റ്റ് ടൈം ഞാൻ സെഫോറ കണ്ടത് UK ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ദുബായിലെപ്പോഴാണ് ലാസ്റ്റ് ഇത് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് അതിലോട്ട് നല്ലൊരു പണി വന്നിട്ടുണ്ടായിരുന്നു. അവൻ അപ്പിട്ടു. അപ്പോൾ നമ്മളത് മാറ്റാനായിട്ട് എവിടെ പോയി മാറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഐക്യയിരിക്കുന്നു. അപ്പോൾ എന്തായാലും അങ്ങോട്ട് ആദ്യം കയറി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ലവറെ മ്യൂസിയത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു ഐക്യ കാണുന്നത്. നമ്മൾ സൗത്ത് ആംപ്റ്റണിൽ ഐക്യയാണല്ലോ എപ്പോഴും കണ്ടിട്ടുള്ളത്, പോകാറുള്ളത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ചെറുതാണ്. എല്ലാ സാധനങ്ങളും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തില്ല. നമ്മൾ നേരെ ചേഞ്ചിങ് സ്റ്റേഷനിൽ പോയിട്ട് മാറ്റിയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ പോണ വഴിക്ക് ഫസ്റ്റ് എൻ്റെ കണ്ണിൽ ഉടക്കിയത് കാർട്ടിയറിൻ്റെ ആ ഒരു വലിയൊരു ഫ്ലെക്സാണ്. ഞാനിതിങ്ങനെ കണ്ടപ്പോൾ തന്നെ ഞാൻ പറയായിരുന്നു, ആ ഫ്ലെക്സ് നോക്ക്, കാർട്ടിയറിൻ്റെ ആണ്. ഇത് ഭയങ്കര കുറേ ലക്ഷറി ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ ഉറവിടാണല്ലോ നമ്മുടെ ഈ പാരീസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വൺ ഓഫ് ദ ബ്രാൻഡാണ് ഈ കാർട്ടിയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഈ ലവറെ മ്യൂസിയം കാണാനാണ്. ഇപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ കുറേ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ചിലർ സൗന്യതും കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ കയറി വന്നിട്ട് ഈ ഒരു സംഭവമാണ് നമ്മൾ കണ്ടത്. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇത് സിറ്റി മാപ്പറിൽ സംഭവം ഇട്ടിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡായി. ഞാൻ പറയായിരുന്നു, ഞാൻ വിചാരിച്ച സ്ഥലത്തല്ല, ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ നമ്മുടെ ഈ പിരമിഡിൻ്റെ ഷേപ്പുള്ള ഐറ്റം ഉണ്ടല്ലോ, അതാണ്. അപ്പം ഞാൻ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് വന്നിട്ട് ഞാൻ പറയുകയാണ് ഇതെല്ലാം മാറിപ്പോയി എന്നുള്ളത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇത് തന്നെയാണ്, കുറച്ചുകൂടി അങ്ങോട്ട് ഉള്ളിലേക്ക് പോയാൽ മതിയെന്ന്. കണ്ടോ ആ ഒരു ഷേപ്പുള്ള ആ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് സംഭവം മനസ്സിലായി ഇത് തന്നെയാണെന്ന്. അപ്പോൾ ആ ഒരു മുഖത്ത് വന്നൊരു തെളിച്ചാണ് കേട്ടോ അത്. കുറച്ചുള്ളിലേക്ക് നടക്കാനുണ്ട്, പക്ഷേ കുഴപ്പമില്ല, കണ്ടിരിക്കാം. നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സംഭവം അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ താഴെയായിട്ടൊരു മ്യൂസിയമാണ്. അത് അവിടെ അടുത്തെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഹിസ്റ്ററി ഒന്നും കൂടുതലായിട്ട് ഞാൻ തപ്പിപ്പിടിച്ച് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചുമ്മാ അതിൻ്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നുള്ള ആ ഒരു ഉദ്ദേശം മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ മ്യൂസിയത്തിലേക്കുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മൾ വേറെ പൈസ ഒക്കെ കൊടുത്ത് ടിക്കറ്റ് മുൻകൂട്ടിയൊക്കെ എടുക്കണം. പക്ഷെ നമ്മളതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വരിക, 1-2 ഫോട്ടോസ് എടുക്കുക, കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യുക, തിരിച്ചു പോവുക. അതായിരുന്നു നമ്മളുടെ അജണ്ട. അല്ലുവിനെ സ്ട്രോളറിൽ നിന്ന് പുറത്തിറക്കാൻ കാത്തിരിക്കുകയായിരുന്നു അവൻ. പിന്നെ ഫുള്ള് അതും പിടിച്ച് ഒരു ബോട്ടിൽ ഞാൻ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്ത കാരണം നമ്മളും ഇങ്ങനെ കൂടെ നടക്കുക തന്നെ. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ 2 ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലോടൊക്കെ ഒന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മൾ പയ്യെ പുറത്തിറങ്ങി കുറച്ച് നടന്നപ്പോൾ ഫുള്ള് ഈ സ്കേറ്റേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ സൈഡിലുള്ള കടകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നോക്കി. ചെറിയ ചെറിയ സോനിയാസും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് ലൂയി വിറ്റൻ്റെ ഷോറൂമാണ് കേട്ടോ. വൺ ഓഫ് ദ ഷോറൂം പാരീസിൽ. ഇവിടെ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, ഒന്ന് മേടിക്കാനല്ലെങ്കിലും ചുമ്മാ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഡ്രസ്സിൻ്റെ കോലം കണ്ടപ്പോൾ എനിക്ക് മതി. അവൻ കഴിച്ചതെല്ലാം എൻ്റെ മേത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കടയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. മെയിൻ ആസ് യൂഷ്വൽ സ്റ്റേക്ക് പറഞ്ഞു, ഞാൻ ആസ് യൂഷ്വൽ ഒരു പാസ്ത പറഞ്ഞു. പക്ഷേ പാസ്ത ഒന്നിനും കൊള്ളൂലായിരുന്നു. നമ്മളുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. സമയം ഇനിയുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയണില്ല. എന്ത് ചെയ്യണം? തിരിച്ചു പോകാനും തോന്നണില്ല ഹോട്ടലിൽ. ഞാൻ യൂണിക്ലോയിൽ പോയിട്ട് ഡ്രസ്സ് വാങ്ങി. അത് ഞാനിവിടെ ഐക്യയിൽ വന്നിട്ട് ഡ്രസ്സ് വാങ്ങി. കുറച്ച് ഫ്രീ ആക്കി. അപ്പം ഞാൻ കല്ലുമണിക്ക് പാല് കുടിക്കാനായിട്ട് ഞങ്ങൾക്ക് ഷുഗായി. Would you like to sit here? Tea? Would you like to sit here? Yes? എന്താ മോനെ? വീട്ടിലെത്തി കിട്ടിയ ഉത്തരവാദിത ഒരു സോക്സിന്റെ കൈ. ഈ മാമിന് ഓർമ്മയുണ്ടോ? നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇത് നമ്മൾ നാവിഗോ പാസ് റീചാർജ് ചെയ്തിട്ടാണ് ഫുള്ള് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് പോണ വഴിക്ക് ഞാനൊരു കൾനറി കോളേജ് കണ്ടു. നമുക്കത് നോക്കുമ്പോൾ കുറേ കേക്ക് ഉണ്ടാക്കുന്ന ആ വിസ്കേഴ്സും കാര്യങ്ങളും മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചപ്പോഴാണ് ഇത് കൾനറി കോളേജാണെന്ന് മനസ്സിലായത്. നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ട് നമ്മൾ കുറച്ച് നേരം താഴെ തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ ബാറിൽ പോയിട്ട് ഒരു നോൺ ആൽക്കഹോളിക് ബിയറും പിന്നെ ഒരു ആൽക്കഹോളിക് ബിയറും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലോന് ഇവിടെ കളിക്കാനായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ആ സംഭവത്തിൻ്റെ പേര് ഫൂസ്ബോളോ അങ്ങനെ എന്തോ ആണ്. ആദ്യത്തെ കളി ഞാൻ കുറച്ച് ഉടായ്പെടുത്താണ് ജയിച്ചെങ്കിലും രണ്ടാമത്തെ കളി ഞാൻ ശരിക്കും കളിച്ചു തന്നെ കേട്ടോ ജയിച്ചത്.
അത് കഴിഞ്ഞിട്ട് അല്ലുവിൻ്റെ കൂടെ കുറച്ച് നേരം ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെ കളിക്കാനായിട്ട് വേറൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അവരെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ പാരീസിലെ ലാസ്റ്റ് ഈവനിങ് ആണെന്ന്. നമ്മൾ ഹോട്ടലിൻ്റെ തൊട്ട് മുന്നേ തന്നെ കുറച്ച് നടക്കാനായിട്ടൊക്കെ ഉള്ള ചെറിയൊരു സ്ഥലമുണ്ട്. നല്ല അത്യാവശ്യം നല്ല ക്വൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ നമ്മളവിടെ നടക്കാനിറങ്ങി. അപ്പോൾ ആ വഴിക്ക് നമുക്ക് ഫുഡൊക്കെ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങോട്ട് ഇത്ര ആലോചിച്ചിട്ട് അങ്ങോട്ട് എന്ത് മേടിക്കണം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി റൂമിൽ പോയിട്ട് കിടന്ന് നമുക്ക് ആലോചിക്കാം. എനിക്ക് ചോറ് പോലത്തെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. ഇന്നലെ റൈസ് ആയിട്ടാണ് കഴിച്ചത്, പക്ഷെ എത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ചോറ് പോലത്തെ ആകുമ്പോൾ അല്ലുവിനും കൊടുക്കാം എന്നുള്ള രീതിയിൽ. അപ്പം എന്താ എന്ന് നമുക്ക് നോക്കാം. ബൈ ബൈ. സമയം രാവിലെ 4:45. Good morning. Good morning. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യും. രാവിലെ 5 to 10 o'clock ആണ്. 5 hours ആണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയ കാരണം കൊണ്ട് തന്നെ ഇത് ഭയങ്കര നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോയത്. അത് നമുക്ക് അവിടെ നിന്ന് തന്നെ ഫ്രീ ഷട്ടിലുണ്ട്. ഏറ്റവും ഫസ്റ്റത്തെ ഷട്ടിൽ എന്ന് പറയുന്നത് 4:50 അത് കഴിഞ്ഞിട്ട് 5:10 ഉണ്ട്. എവറി 20 minutes അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ. സച്ചിന് ഇവിടെ ലൈം ഫ്ലേവേർഡ് അബ്സല്യൂട്ട് നമ്മളങ്ങനെ ഈ ഒരു കുപ്പിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പാല് പൊടിക്കാണ്. നമ്മളങ്ങനെ സൗത്താംപ്ടൺ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് നമ്മൾ പുറത്തേക്ക് വരികയാണ്. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. ഭയങ്കര ചെറുതായിട്ടുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു എയർപോർട്ട് തന്നെയാണ് സൗത്താംപ്ടൺ. എപ്പോഴും പ്രൈസ് കുറച്ച് കൂടുതലാവാറാണ്, അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നോക്കാഞ്ഞത് അവിടെ നിന്നുള്ള ട്രാവൽ. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് നല്ലൊരു ഡീലിലാണ് കിട്ടിയത്. പുറത്തിറങ്ങിയപ്പോൾ അതാണ് റെയിൽവേ സ്റ്റേഷൻ. നേരെ തിരിക്കുമ്പോൾ ഇതാണ് എയർപോർട്ട്, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ കമ്മ്യൂട്ടിങ്ങും ഭയങ്കര എളുപ്പമാണ്. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റേഷനും കാണാൻ പറ്റും. നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഊബർ വന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നല്ല വർക്കാണ്. കറക്റ്റ് അവൻ്റെ ഉറക്കത്തിൻ്റെ ടൈമിലൊക്കെയാണ് നമ്മൾ മാക്സിമം ട്രാവൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഒരു ട്രിപ്പിൻ്റെ
പറ്റുവാണെന്നുണ്ടെങ്കിൽ വ്ളോഗായിട്ട് വരാം. അപ്പോൾ ശരി, ബൈ.